ഇത് നമുക്ക് ക്യാബേജ് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഈ ക്യാബേജ് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത് വേണം. സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല. പക്ഷേ ഈ ക്യാബേജ് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ സഹായത്തിന് ഉണ്ടായിരുന്നതാണ് സരസ്വതി. സരസ്വതി സാധാരണ എപ്പോൾ ക്യാബേജ് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്തിട്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറ്. അപ്പോൾ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. സരസ്വതി ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിലേക്ക് കറികൾ വെക്കും. എൻ്റെ അമ്മയും വെക്കും അത്യാവശ്യം നല്ല കറികൾ വെക്കും. അപ്പോൾ നിങ്ങളും അതേപോലെ ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. ഞാനിവിടെ ഇതേപോലത്തെ 4 വലിയ വെളുത്തുള്ളിയും എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ചതച്ചെടുത്ത ഉണക്കമുളക് വേണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ചതച്ചെടുത്ത മുളകായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഉണക്കമുളക് അമ്മിക്കല്ലുമേ വെച്ചിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഈ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഞാനിത് മെഴുക്ക് പുരട്ടി ആക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ കടുകും വേണം. കടുക് 1 ടീസ്പൂൺ കടുക് ചേർക്കണം. പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മെഴുക്ക് പുരട്ടി ആക്കാമെന്ന്. ഈ ക്യാബേജ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇത് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർക്കണം. ഇതിലേക്ക് ചതച്ചെടുത്തേക്കുന്ന ഉണക്കമുളക് ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് മൊരിയണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർന്നിട്ട് നന്നായിട്ട് മൊരിയണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ക്യാബേജ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഈ മസാലകൾ ഏറ്റവും അടിയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഈ മസാലകൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെയാണ് കരിഞ്ഞു പോകും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ക്യാബേജൊക്കെ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ക്യാബേജൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്യാബേജ് വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. അപ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഇത് മൂടി വയ്ക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ക്യാബേജ് കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാബേജ് ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കില്ല. പക്ഷേ മെഴുക്ക് പുരട്ടിയൊക്കെ ആകുമ്പോൾ ക്യാബേജ് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വേവണം. അപ്പോഴായിരിക്കും ആ മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ആ വേവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ക്യാബേജ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ കറി പിന്നെ ചോറും പിന്നെ മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ക്യാബേജ് നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ എപ്പോഴും ക്യാബേജ് നല്ല കനമുള്ള ക്യാബേജ് നോക്കിയിട്ട് വാങ്ങാം. അങ്ങനത്തെ ക്യാബേജിനായിരിക്കും നല്ല ഉള്ളുണ്ടാവുക. അങ്ങനത്തെ ക്യാബേജ് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ക്യാബേജിന് ഒട്ടും കനം ഉണ്ടാവില്ല. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര ഇങ്ങനെ പൊങ്ങ് പോലെ ഇരിക്കും. അങ്ങനത്തെ ക്യാബേജ് നമ്മൾ കറി വയ്ക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചില ക്യാബേജ് ഇതേപോലെ നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് ക്യാബേജ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചില ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. അങ്ങനത്തെ ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി ഒരു പകുതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് ഈ മെഴുക്ക് പുരട്ടി വേവിച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിപ്പോകും. അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞാലും ചിലപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും.
ഇപ്പോൾ മെഴുക്ക് പുരട്ടി ആകെ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം.